ആചാര്യജി, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ഓൾറെഡി 160-ൽ അധികം പുസ്തകങ്ങളുണ്ട്. താങ്കൾ 160 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് കാരണം? താങ്കൾ സമയം കണ്ടെത്തി ഈ പുസ്തകം എഴുതാൻ? ഇതിപ്പോൾ എല്ലായിടത്തും ആമസോണിലും ട്വിറ്ററിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പുസ്തകം വായിക്കേണ്ടത്? നോക്കൂ സഹോദരി, ഇത് റീൽസിന്റെ കാലമാണ്. നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധക്കുറവുള്ള ആളുകളാണ്, അല്ലേ? അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം തീർച്ചയായും ശരിയാണ്. പഴയ പുസ്തകങ്ങളിൽ ഇല്ലാത്ത പുതിയതൊന്നും ഈ പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷെ ഇത് കൂടുതൽ ഫലപ്രദമായ ഒരു രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മറ്റുള്ള പുസ്തകങ്ങളിൽ കാര്യങ്ങളെല്ലാം വളരെ ശുദ്ധവും വളരെ വ്യക്തവുമാണ്. എന്നാൽ ഈ പുസ്തകത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഇതിൽ ഞാൻ വിഷയത്തിന് ഒരു ഗൗരവവും തീവ്രതയും നൽകിയിരിക്കുന്നു. ഇത് ചുരുക്കുകയും സാന്ദ്രീകരിക്കുകയും വേഗത കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കേൾക്കുന്നതോ മറ്റു പുസ്തകങ്ങളിൽ വായിക്കുന്നതോ ആയ അതേ കാര്യം വെറും ഒരു ചാറ്റൽ മഴ പോലെ തോന്നും. ഇതിൽ അത്രയധികം സാന്ദ്രമായി പായ്ക്ക് ചെയ്തിരിക്കുന്നു. അതൊരു മെഷീൻ ഗണ്ണിന്റെ വെടിയുണ്ട പോലെ തോന്നും. ഞാൻ പലപ്പോഴും നീണ്ട വാക്യങ്ങളിലാണ് സംസാരിക്കുന്നത്. കാരണം ചിന്തയുടെ ഒഴുക്ക് അങ്ങനെയാണല്ലോ. ഒരു കാര്യം തുടങ്ങിയാൽ അത് പലപ്പോഴും നീണ്ടു പോകാറുണ്ട്. ഇതിലെ കാര്യങ്ങൾ സ്റ്റൊക്കാറ്റോ ആണ്. അതായത് ഇത് വായിച്ചവർ കണ്ടിട്ടുണ്ടാവും. വാചകങ്ങൾ ചെറുതാണ്. അതെ, അത് പെട്ടെന്ന് അതിന്റെ ജോലി പൂർത്തിയാക്കി പോവാനും നിങ്ങൾക്ക് കൗശലം കാണിക്കാൻ അവസരം ലഭിക്കാതിരിക്കാനുമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ താളുകൾ മറിച്ച് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്യം പോലും അതിന്റെ ജോലി ചെയ്യണം. ഈ പുസ്തകം എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് പകുതി സത്യമാണ്. മുഴുവൻ കാര്യം എന്തെന്നാൽ ഇതിലെ ഏതൊരു പേജിന്റെ നടുവിൽ നിന്ന് തുടങ്ങിയാലും കാര്യം നടക്കും. ഒരു പക്ഷേ അതുകൊണ്ടാണ് ആളുകൾ ഇത് കൂടുതലായി വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്, അല്ലേ?